R32 GTR. ഇന്നിവൻ ഫുൾ ഓഫ് പൊട്ടൻഷ്യലുള്ള ട്യൂണിങ്ങിന് ഒരുപാട് കേപ്പബിളായ ഒരു ചെറിയ സ്പോർട്സ് കാർ. പക്ഷേ 1990-കളിൽ ഇവൻ ശരിക്കും ഒരു ബീസ്റ്റ് ആയിരുന്നു. റേസ് ട്രാക്കുകളിൽ എല്ലാവരെയും വെള്ളം കുടിപ്പിച്ച, എതിർത്തു നിൽക്കാൻ നോക്കിയവരെല്ലാം ഒന്നുമല്ലാതാക്കി കളഞ്ഞ, ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കൊണ്ട് മറ്റ് വാഹന നിർമ്മാതാക്കളെ കൊണ്ട് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാൻ പ്രേരിപ്പിച്ചവൻ. ഒരു പക്ക ഗെയിം ചേഞ്ചർ. 901 എന്നറിയപ്പെട്ട ഒരു ടോപ്പ് സീക്രട്ട് പ്രോജക്റ്റിൽ ജന്മം കൊണ്ടവൻ. നിലനിൽപ്പ് എന്ന സംശയത്തിലായ ഒരു ജാപ്പനീസ് കമ്പനിയെ മുൻനിരയിലേക്ക് എത്തിച്ച് റേസിംഗ് ചരിത്രത്തിൽ തന്നെ അവർക്ക് എക്കാലത്തും ബഹുമാനിക്കപ്പെടുന്ന ഇരിപ്പിടം ഒരുക്കിയവൻ. നിസാൻ ഒരു മോൺസ്റ്ററിനെ നിർമ്മിച്ചു. അവൻ്റെ പേര് ഗോഡ്സില്ല. ഇതവൻ ജന്മം കൊണ്ട കഥയാണ്. സ്കൈലൈൻ. പ്രിൻസ് മോട്ടോർ കമ്പനിയുടെ മോഡലായിരുന്ന സ്കൈലൈൻ 1966-ൽ ഇരു കമ്പനികളും മേർജ് ആയതിനു ശേഷം നിസാൻ സ്കൈലൈൻ എന്നറിയപ്പെടാൻ തുടങ്ങി. തുടക്കത്തിൽ ഒരു ഓർഡിനറി ഫാമിലി കാർ ആയിരുന്ന ഇവ 4 ഡോർ സെഡാൻ, 5 ഡോർ സ്റ്റേഷൻ വാഗൺ ആയിട്ടൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ കഥയിലെ ഹീറോ 3-ാം തലമുറക്കാരനാണ്. കഥ തുടങ്ങുന്നത് 1984-ൽ. റേസ് ട്രാക്കുകളിലൊക്കെ പരാജയമായി സെയിൽസ് തീരെയില്ലാതെ നിലനിൽപ്പ് എന്ന സംശയത്തിലായി അടിപതറി നിൽക്കുകയാണ് നിസാൻ. 2-ാം തലമുറ സ്കൈലൈൻ പരാജയമായി നിൽക്കുന്നു. ഒപ്പം 70-കളിലെ ഇന്ധന പ്രതിസന്ധി കമ്പനിയുടെ അവസ്ഥ വീണ്ടും പരിതാപകരമാക്കി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 1985-ൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആളെത്തുന്നത്, യുട്ടാക കുമെ. കമ്പനിയുടെ തകർച്ച സമയത്തെത്തിയ ആൾക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബോക്സി കാർസ് ഒക്കെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങിയ സമയം. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ പല കാർ കമ്പനികളും കോസ്റ്റ് കട്ടിംഗ് എന്ന മെത്തേഡ് തിരഞ്ഞെടുത്തു. പോർഷെ ചെയ്തത് കാഴ്ചയിൽ മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഒപ്പം ധാരാളം പണം പൊടിയുന്ന റേസിംഗ് എന്ന മേഖലയിൽ നിന്നും അവർ പിൻവാങ്ങാൻ തുടങ്ങി. പക്ഷേ കുമെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടായിരുന്നു. നിസാന് ഇനി സക്സസ്ഫുൾ ആവണമെങ്കിൽ ലോകത്തിന് മുമ്പിൽ തങ്ങളുടെ പ്രശസ്തി ഉയർത്തിയേ പറ്റൂ എന്ന് കുമയ്ക്ക് അറിയാമായിരുന്നു. ഇനിയുള്ള റേസിംഗുകളിൽ ജയിക്കുക എന്നതാണ് ഇതിന് പറ്റിയ മാർഗമെന്നും അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ കുമയും നിസാൻ ഗ്രൂപ്പും ഒരു കമ്പനി വൈഡ് സീക്രട്ട് മിഷന് തുടക്കമിടുന്നു. 901 എന്നായിരുന്നു ഈ മിഷന് അവർ ഇട്ടിരുന്ന പേര്. 1990-ൽ ലോകത്തിലെ തന്നെ ബെസ്റ്റ് പെർഫോമിംഗ് കാർ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ മിഷന്റെ ലക്ഷ്യം. നിസാന്റെ ചരിത്രം തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചൊരു മിഷനായിരുന്നു അത്. അങ്ങനെ 1984-ൽ നിസാന്റെ പെർഫോമൻസ് ഡിവിഷൻ നിസ്മോ പിറവിയെടുക്കുന്നു. പുതിയ പെർഫോമൻസ് ഡിവിഷനെ നയിക്കേണ്ട ചുമതല യഷാറു നാംബയിലേക്ക് എത്തുന്നു. 1958 മുതൽ നിസാന്റെ റേസ് കാറുകൾ ഡ്രൈവ് ചെയ്തിരുന്നതും ടെസ്റ്റ് ചെയ്തിരുന്നതും ഒക്കെ ഇദ്ദേഹമാണ്. അങ്ങനെ ജയിക്കണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ടൂറിംഗ് കാർ റേസിലേക്ക് 1985-ൽ നിസ്മോ കടക്കുകയാണ്. അവർ ലക്ഷ്യം വെച്ചിരുന്നത് ഓൾ ജപ്പാൻ ടൂറിംഗ് കാർ ചാമ്പ്യൻഷിപ്പ്. പേര് ഓൾ ജപ്പാൻ എന്നാണെങ്കിലും ഇത് ആഗോളതലത്തിലുള്ള എല്ലാ ടീമുകളും മത്സരിക്കുന്ന ഒരു ഇവന്റാണ്. ഫോർഡ്, BMW, ഫെറാറി, പോർഷെ എല്ലാവരും ഉണ്ടാവും. 1960-കളിൽ C10 GTR കൊണ്ട് നിസാനാണ് സീരീസിൽ മുമ്പിൽ നിന്നിരുന്നത്. 70-കളിൽ തങ്ങളുടെ സൂപ്പർ സിലവേറ്റ് സ്കൈലൈൻ ഉപയോഗിച്ച് ഇന്റർനാഷണൽ ബ്രാൻഡുകളോട് ഗ്രൂപ്പ് 5-ൽ നിസാൻ ശക്തമായി പോരാടി. പക്ഷേ 1985-ൽ സീരീസിലേക്ക് ഗ്രൂപ്പ് എ എന്ന കാറ്റഗറി ആഡ് ചെയ്യുകയുണ്ടായി. ഓൺ റോഡ് ആയാലും ഓഫ് റോഡ് ആയാലും FIAക്ക് പ്രത്യേക കാറ്റഗറികൾ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ബിയിൽ റാലി മോൺസ്റ്റേഴ്സിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഗ്രൂപ്പ് ബിയിൽ അൺലിമിറ്റഡ് മോൺസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഗ്രൂപ്പ് എയിൽ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിന് ഡീലർഷിപ്പിൽ നിന്നും നേരിട്ട് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ളവയായിരിക്കണമായിരുന്നു ഗ്രൂപ്പ് എയിൽ ഉപയോഗിക്കുന്ന കാറുകൾ. ലിമിറ്റഡ് മോഡിഫിക്കേഷൻ, ഫാക്ടറി ബോഡി പാനൽസ് ഇങ്ങനെയൊക്കെയായിരുന്നു ഇവയുടെ സ്പെസിഫിക്കേഷൻസ്. ഇത് തന്നെയായിരുന്നു നിസാന് വേണ്ടിയിരുന്നത്. തങ്ങളുടെ കാർ റേസ് ജയിക്കുകയും വെറുതെ ജയിക്കുകയല്ല, ഫോർഡ്, BMW പോലുള്ള ഗ്ലോബൽ പവേഴ്സിനെ തോൽപ്പിക്കുകയും ചെയ്താൽ പിന്നെ തങ്ങളുടെ സെയിൽസ് കുതിച്ചുയരുമെന്ന് അവർക്കറിയാമായിരുന്നു. നിസാന്റെ DR30 സ്കൈലൈൻ ഗ്രൂപ്പ് 5-ൽ വിജയമായിരുന്നെങ്കിലും ലാർജ്ലി സ്റ്റോക്ക് ഫോമിൽ വരേണ്ടതുകൊണ്ട് ഗ്രൂപ്പ് എയിൽ അവ പ്രാക്ടിക്കൽ അല്ലായിരുന്നു. 1985-ലെ സീസണിൽ സ്റ്റോക്ക് ഫോമിൽ എയ്റോ പാർട്സ് ഒന്നുമില്ലാതെ BMW 6 സീരീസ്, ഹോണ്ട സിവിക് SI, ടർബോ വോൾവോസ്, ഈവൻ കൊറോളയുടെ മുമ്പിൽ പോലും DR30 പിടിച്ചു നിന്നില്ല. അങ്ങനെ 1986-ൽ നിസാൻ R31 അവതരിപ്പിച്ചു, ദ ഫസ്റ്റ് RB പവേർഡ് സ്കൈലൈൻ. ആദ്യത്തെ റേസിൽ തന്നെ 1986 JTCC ഓവറോൾ ചാമ്പ്യൻഷിപ്പ് R31 ജയിച്ചു. പക്ഷെ ആ ജയം ഒത്തിരി നാൾ ആസ്വദിക്കാൻ നിസാൻ ആയില്ല. ഈ ഒരു സീരീസ് കൂടുതൽ പോപ്പുലാരിറ്റി നേടുകയും കൂടുതൽ ഇന്റർനാഷണൽ മാനുഫാക്ചേഴ്സ് ഇതിലേക്ക് എത്തിപ്പെടാനും തുടങ്ങി. BMW ഈ ട്രാക്കിലേക്ക് E30 റിലീസ് ചെയ്യുകയും ഫോർഡ് സിയറ ഇറക്കി റേസ് ജയിക്കാനും തുടങ്ങി. അങ്ങനെ ജപ്പാനിലെ ട്രാക്കുകൾ മുഴുവൻ വിദേശികളുടെ വിജയങ്ങൾ സാക്ഷ്യം വഹിക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ നിസാൻ ഒരു പുതിയ കാർ വേണ്ടിവരികയും 901 മൂവ്മെന്റ് വഴി തങ്ങളുടെ കേപ്പബിലിറ്റി എന്താണെന്ന് ലോകത്തെ കാണിക്കേണ്ടി വരികയും ചെയ്തു. 901 പ്രോജക്റ്റിന്റെ ഭാഗമായും കുംകെയുടെ ലീഡർഷിപ്പും ഒക്കെയായി നിസാൻ ഒരു ടെക്നോളജി പവർ ഹൗസ് ആവാൻ തുടങ്ങി. അങ്ങനെ അതെത്തി നിന്നത് നിസാൻ മിഡ്-4-ലായിരുന്നു. സൂപ്പർ കാർ രംഗത്തേക്ക് നിസാന്റെ ആദ്യ കാൽവെപ്പ് ഒരു മിഡ് എഞ്ചിൻ വെഡ് ഷേപ്ഡ് സ്പോർട്സ് കാർ. ഹോണ്ട അവരുടെ NSX-ലേക്ക് മിഡ്-4-നെ കുറിച്ച് കോപ്പി ചെയ്തോ എന്നൊരു സംശയം ഫാൻസിനിടയ്ക്ക് ഉണ്ടായി. എന്തായാലും ഈ മോഡൽ പ്രൊഡക്ഷനിൽ എത്തിക്കാൻ നിസാന് സാധിച്ചില്ല. പക്ഷേ മിഡ്-4-ന്റെ പ്രൊഡക്ഷനിൽ നിന്നും നിസാന് തങ്ങളുടെ ഹാലോ കാറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഒരു റെവല്യൂഷണറി 4 വീൽ സ്റ്റിയറിംഗ് സിസ്റ്റവും. ഇതോടെ അവർക്ക് വേണ്ടിയിരുന്ന വിഷൻ ലഭിക്കുകയാണ്. വേറൊരു കാർ ഉണ്ടാക്കുകയല്ല വേണ്ടത്, അവരുടെ ലെജൻഡിനെ, സ്കൈലൈനിനെ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്.
സിൽവർ ആൻഡ് റെഡ് കളറിലുള്ള ആ ബാഡ്ജിങ് സ്കൈലൈനിൽ നിന്നും നഷ്ടപ്പെട്ടിട്ട് 15 വർഷത്തോളമാകുന്നു. GTR ബാഡ്ജ് സ്കൈലൈനിലേക്ക് എത്തിക്കാൻ ഇതാണ് പറ്റിയ സമയം അവർ ഉറപ്പിക്കുന്നു. നെക്സ്റ്റ് ജനറേഷൻ സ്കൈലൈൻ്റെ പിറവിക്കായി അവർ ലക്ഷ്യം വെച്ചത് ഗ്രൂപ്പ് എ. അവർ ഒരു RV പ്ലാറ്റ്ഫോമിലേക്ക് 2.6 ലിറ്റർ ഇൻലൈൻ 6 എഞ്ചിൻ ആഡ് ചെയ്യുന്നു. 2 ടർബോസൊക്കെ ആയി സ്റ്റോക്കിൽ തന്നെ 320 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോൺസ്റ്റർ ആയിരുന്നു റിസൾട്ട്. റേസ് ട്രാക്കിലേക്ക് എത്തിക്കുമ്പോൾ 800 ഹോഴ്സ് പവറോളം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവന് പറ്റുമായിരുന്നു. ഗ്രൂപ്പ് എ ക്ലാസ് റൂൾസ് വെച്ച് 2.6 ലിറ്റർ ആണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എഞ്ചിൻ. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ വണ്ടിയുടെ വെയിറ്റ് എത്ര വേണമെന്ന് നിസ്മോയ്ക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അതിന് അവർ കണ്ടെത്തിയത് ഇന്റീരിയറിലെ ലിമിറ്റേഷൻസ് ആണ്. സിമ്പിൾ ആൻഡ് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ. ആ ക്ലോത്ത് സീറ്റിലിരുന്ന് ആ പെഡസ്ട്രിയൽ സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതില്ല ഇതൊരു ഹാലോ കാർ ആണെന്ന്. പക്ഷേ R32 GTR വാസ് സ്ട്രിക്ട്ലി ബിസിനസ്. You would have thought if you were designing a car to take on the Porsche 928 and the Ferrari 355, you'd make it look just a little bit more exciting than this. Simple body design, but aerodynamically it was ahead. ഗ്രൂപ്പ് എയിലെ വെയിറ്റ് ടാർഗറ്റിൽ നിൽക്കാൻ പാനൽസ് ഒക്കെ അലൂമിനിയം കൊണ്ടാണ് നിർമ്മിച്ചത്. പക്ഷേ കാഴ്ചയിൽ ഒരു സാധാ കുഞ്ഞൻ കാർ പോലെയാണ് തോന്നിച്ചത്. ഇതൊരു പെർഫോമൻസ് കാർ ആണെന്ന് അറിയിക്കാൻ ഒരു വിങ്ങും കുറച്ച് ഡക്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാധാരണ ലുക്കിന്റെ താഴെ വണ്ടിയുടെ അടിയിൽ ഈ വിജയത്തിന്റെ എല്ലാം രഹസ്യം അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദി അറ്റസ ETS. സ്പോർട്സ് കാറുകളുടെ ലോകത്ത് നടക്കുന്ന അപ്ഡേഷൻസിൽ നിസാന്റെ എഞ്ചിനീയറിംഗ് ടീം എപ്പോഴും ഒരു കണ്ണുവച്ചിരുന്നു. അവരെ സംബന്ധിച്ച് ബെസ്റ്റ് ഹാൻഡ്ലിംഗ് കാർസ് മാർക്കറ്റിൽ എത്തിച്ചിരുന്നത് പോർഷെയാണ്. അതിൽ തന്നെ 959 ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് റോഡ് കാർ എവർ ബിൽഡ്. പിന്നെ ഒന്നും നോക്കിയില്ല, 959 ഒരെണ്ണം വാങ്ങി അത് കീറി മുറിച്ചു. നിസാൻ അവിടെ അവരുടെ വിജയത്തിന്റെ രഹസ്യം കണ്ടെത്തി. 959ന്റെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം പോർഷയിൽ നിന്നും കോപ്പി ചെയ്ത് ഇൻസ്പയർ ചെയ്ത് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സിമിലർ ആയിട്ടുള്ള ഒരു ഇലക്ട്രോ ഹൈഡ്രോളിക് ക്ലച്ച് അവർ കൊടുക്കുന്നു. പക്ഷേ എപ്പോഴും ഫ്രണ്ട് വീലിലേക്ക് മാത്രം പവർ കൊടുക്കുന്ന 959ൽ നിന്നും വ്യത്യസ്തമായി റിയർ വീൽസിന് ട്രാക്ഷൻ നഷ്ടപ്പെടുമ്പോൾ G4 സെൻസേഴ്സ് ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് പവർ ഡെലിവറി ചെയ്യുന്ന സിസ്റ്റമാണ് അവർ ബിൽഡ് ചെയ്തത്. ദ റിസൾട്ട് വാസ് സുപ്രീം പവർ ഡെലിവറി ടു ദ റിയർ വീൽസ്. ടേൺസിലൊക്കെ ബെറ്റർ ഡ്രൈവിംഗ് ബിഹേവിയർ പുറത്തെടുക്കാൻ കാറിനെ ഇത് സഹായിച്ചു. ഇന്ന് RB26 എഞ്ചിനെ എല്ലാവരും പുകഴ്ത്തുമെങ്കിലും ശരിക്കും അറ്റസ സിസ്റ്റം ആയിരുന്നു GTRനെ സ്പെഷ്യലാക്കിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പവർ ടെക്നോളജിയും ലോ വെയിറ്റ് കോമ്പിനേഷനും ഇത്രയധികം ഡോമിനേറ്റ് ചെയ്യുമെന്ന് നിസാൻ പോലും കരുതിയില്ല. അങ്ങനെ 1990 ജപ്പാനിലെ ഒരു റേസ് ട്രാക്കിന്റെ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക് ഉരുണ്ടെത്തിയ GTRന്റെ 4 ചുവന്ന റൗണ്ട് ബ്രേക്ക് ലൈറ്റ്സിലേക്കായിരുന്നു എതിരാളികളുടെ നോട്ടം. പിന്നെ വർഷങ്ങളോളം അവർക്ക് അത് മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഗ്രൂപ്പ് എ മത്സരങ്ങളിൽ തോൽവി എന്താണെന്നറിയാതെ എല്ലാ റേസിലും ഫിനിഷ് ലൈൻ ആദ്യം തന്നെ ക്രോസ് ചെയ്ത് ഫോർഡിനെയും ഹോണ്ടയെയും ടൊയോട്ടയെയും തൂക്കിയടിച്ച് അവൻ ആണുങ്ങളിലാണായി നെഞ്ചും വിരിച്ചു നിന്നു. 1990 മുതൽ 93 വരെയുള്ള 29 റേസസ് R32 തോൽവി അറിയാതെ അഴിഞ്ഞാടി. ഇതിന്റെ എല്ലാം റിസൾട്ട് നിസാൻ ജപ്പാനിലെ കാർ കിങ് ആയി മാറി. സ്വന്തം മൈതാനത്ത് അവരെ പരിഹസിച്ചുകൊണ്ടിരുന്ന വിദേശ എതിരാളികളോട് പോരാടി ജാപ്പനീസ് മോട്ടോർ സ്പോർട്ടിന്റെ ബഹുമതി അവർ തിരിച്ചു നേടി. ഇത് ഗ്രൂപ്പ് എയിൽ മാത്രം ഒതുങ്ങിയില്ല. 1991 സ്പാ 24 അവർ റേസിന്റെ ട്രോഫി R32 വീട്ടിലെത്തിച്ചു. എന്നിട്ടും കലിയടങ്ങാതെ 91ലും 92ലും ബാത്തേഴ്സ് 1000ലും ഗ്രൂപ്പ് എൻ റേസിംഗിലും ഡോമിനേറ്റ് ചെയ്തു. നർബർഗ്രിംഗിൽ 8 മിനിറ്റ് 22 സെക്കൻഡ് എന്ന ലാപ്പ് റെക്കോർഡ് മേടിച്ചു. ആ സമയത്ത് ഏറ്റവും വേഗതയേറിയ പ്രൊഡക്ഷൻ കാറായി അങ്ങനെ R32 GTR മാറി. ഓസ്ട്രേലിയയിൽ വെച്ചുള്ള ഇവന്റെ പെർഫോമൻസ് ആണ് ഗോഡ്സില്ല എന്ന പേര് ഇവനെ നേടിക്കൊടുത്തത്. തീതുപ്പി നഗരങ്ങളെ നശിപ്പിക്കുന്ന ഗോഡ്സില്ല എന്ന ഫിക്ഷണൽ ഭീകരജീവിയുടെ പേര് ജപ്പാനിൽ നിന്നും വന്ന് ഓസ്ട്രേലിയൻ വൻകരയിൽ മത്സരിച്ച എല്ലാ കാറുകളെയും പിന്നിലാക്കി തീതുപ്പി ഭൂതത്തെ പോലെ അലറിക്കരഞ്ഞ R32 GTRന് ഇതിലും നല്ലൊരു പേര് കൊടുക്കാൻ ഓസ്ട്രേലിയൻ പത്രക്കാർക്ക് സാധിക്കില്ലായിരുന്നു. അതുവരെ ടൂറിംഗ് കാർ റേസിൽ ഓസ്ട്രേലിയൻ കിങ് ആയിരുന്ന ഫോർഡ് സിയറയെ R32 ഒന്നുമല്ലാതാക്കി കളഞ്ഞു. ഗോഡ്സില്ലയുടെ അഴിഞ്ഞാട്ടം കാരണം ഓസ്ട്രേലിയൻ റേസിംഗ്സിൽ നിന്നും ഇവനെ ഒഴിവാക്കണമെന്ന ആവശ്യം വരെ ഉയർന്നു വന്നു. അങ്ങനെ GTR എന്ന ബാഡ്ജിന് ഒത്തൊരു പിൻഗാമിയായി R32 GTR മാറി. 60കളിൽ പോലും ഇത്രയധികം ട്രോഫികൾ വാരിക്കൂട്ടി ഒരു ജാപ്പനീസ് കാറും മറ്റുള്ളവർക്ക് പേടിയാകുന്ന രീതിയിൽ മാറിയിട്ടില്ല. കുമേയുടെയും ടീം നിസാന്റെയും പ്ലാൻ വിജയിച്ചിരിക്കുന്നു. ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് എന്താണോ അത് 901 മൂവ്മെന്റ് വഴി ചെയ്തിരിക്കുന്നു. ഇനിയാണ് ബിസിനസ്. ഗ്രൂപ്പ് എ ഹോമോലൊഗേഷന്റെ ഭാഗമായി 5000 യൂണിറ്റ് പ്രൊഡക്ഷനിലെത്തിക്കണം. പക്ഷേ ജാപ്പനീസ് ജനതയുടെ റിയാക്ഷൻ എന്താണെന്ന് അവർക്ക് ഉറപ്പില്ല. GTR തിരിച്ചെത്തിയിരിക്കുന്നു. മത്സരങ്ങളിലെല്ലാം അക്രമം അഴിച്ചുവിടുന്നു. എല്ലാവർക്കും അവനെ വേണമായിരുന്നു. ചുരുക്കം ചില മാസങ്ങൾ കൊണ്ട് തന്നെ ആ 5000 യൂണിറ്റും തീർന്നു. പ്രൊഡക്ഷൻ റൺ സമയത്ത് തന്നെ 40,000-ന് മുകളിൽ R32 GTR വിറ്റു തീർന്നു. നിസാൻ പേര് വീണ്ടെടുത്തിരിക്കുന്നു. ജപ്പാനിൽ നിന്നുള്ള ഫാസ്റ്റ് കാർസിന് ഒരു മറുപേരായി R32 GTR മാറിക്കഴിഞ്ഞു. 901 മൂവ്മെന്റ് വഴി എതിർത്തു നിന്ന എല്ലാത്തിനെയും ചാമ്പലാക്കിയ ഒരു മോൺസ്റ്ററിനെ അവർ നിർമ്മിച്ചിരിക്കുന്നു. ഒരു കാർ കമ്പനിയുടെ പ്രശസ്തി തിരികെ കൊണ്ടുവരിക മാത്രമല്ല, ജാപ്പനീസ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയെ മുഴുവൻ നാണക്കേടിൽ നിന്നും രക്ഷിച്ചവൻ. എതിരാളികൾക്ക് പേടിക്കാൻ ഒരു പുതിയ പേര്, ഗോഡ്സില്ല. Mm-hmm.